ജീവിതത്തിൽ നാം അനുദിനം ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം മനഃശാസ്ത്രപരമായി നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന കൗൺസിലിംഗ് കോർണർ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് കത്തുകളും അതുപോലെ തന്നെ അതിനുള്ള മറുപടികളും ടെലിഫോണായിട്ടും കത്തുകളൊക്കെ ഞങ്ങൾക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇന്നത്തെ കാലത്തെ ഫാഷൻ ഭ്രമവും അതുപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പായി വരുന്ന പിടിവാശികളും, വളരെ ഡേഞ്ചറസ് ആയിട്ട് വരുന്ന പിടിവാശികളും അങ്ങനെ ഒരു വിഷയത്തെ പറ്റിയിട്ടായിരുന്നു. ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുവാനായി നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് റെവറൻഡ് ഫാദർ ജോസ് തച്ചിൽ SJ ആണ്. അച്ഛ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്തിരുന്നത് വളരെ അനിവാര്യമായതും അതുപോലെ തന്നെ ഇന്നത്തെ മാതാപിതാക്കളിൽ ഭൂരിഭാഗം പേരും ഒരുപാട് വിഷമിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അതുമായി റിലേറ്റഡായി വരുന്ന കത്തുകളിലൂടെ തന്നെ നമുക്ക് അവരുടെ വിഷമങ്ങൾ അത് വരികളിൽ എഴുതിയതായി തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഇനിയും ഡിസ്കഷൻ ചെയ്യണം, അതിനെക്കുറിച്ചൊരു ചർച്ച കൂടി വെക്കണം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അച്ഛ, എന്താണ് അച്ഛന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? റിയ പറഞ്ഞതുപോലെ വാശി വളരെ വ്യാപകമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കിയാലേ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ച് കൗമാര കാലത്തിലുള്ള വാശി കൗമാര മനഃശാസ്ത്രവുമായിട്ട്, അഡോളസൻ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡൈമെൻഷൻ ഉണ്ട് ഈ വാശിക്ക്. അത് ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വ വളർച്ചയിലേക്കുള്ള ഒരു ശ്രമമാണ്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നും വ്യത്യസ്തനാവാനുള്ള ഐഡൻറ്റിറ്റി, നമ്മൾ പറയില്ലേ അനന്യത, അതിലേക്കുള്ള ഒരു ശ്രമവും ഒരു പക്ഷേ തെറ്റായിട്ടുള്ള രീതിയാവാം. പക്ഷേ അതിൻ്റെ അന്തർചോദന വ്യക്തിയാവാനുള്ള മനസ്സിൻ്റെ തീവ്രമായ അഭിലാഷമാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ യുവത്വത്തിലേക്കും ഭാവിയിൽ വ്യക്തിത്വമുള്ള വ്യക്തിയിലേക്കും നമ്മെ നയിക്കുന്നത്. അപ്പോൾ അതിന് ഒരു വശമുണ്ട്. അതായത് ഞാൻ ഈ വാശി കാണിക്കുന്നതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഡൈമെൻഷനെ പറ്റിയാണ് പറയുക. അതുകൊണ്ട് അടച്ചാക്ഷേപിക്കാനോ അത് ചീത്തയാണ് എന്ന് പറയാനോ നമുക്കാവില്ല. അതിൻ്റെ എക്സ്പ്രഷൻസ് ചീത്തയാവാം, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ്, ഉള്ളടക്കം ഒരു ശരിയായ നന്മയുള്ള ശ്രമമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ നന്മയെ കാത്തു സൂക്ഷിച്ച് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പ്രകാശനങ്ങളെ അല്ലെങ്കിൽ വശങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്കറിയാലോ, കൗമാരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വ്യക്തിയായിട്ട് ഒരു യുവത്വത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മെ തന്നെ നയിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് പലപ്പോഴും സംഭവിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് ഒരകൽച്ചയുണ്ടാവും. അത് മാതാപിതാക്കളിൽ നിന്നുള്ള അകൽച്ച ഇവരെ പിയർ ഗ്രൂപ്പിലേക്കുള്ള ഒരു അടുപ്പമാക്കി മാറ്റും. അപ്പോൾ കൗമാരപ്രായത്തിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ പ്രായത്തിലുള്ള പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ സ്വീകാര്യതയാണ്, അല്ലെങ്കിൽ അവരുടെ അംഗീകാരമാണ്. അപ്പോൾ ആ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, എങ്ങനെയും പെരുമാറും. അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ പറയുക, ടെൽ മീ ഹൂ ആർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലെറ്റ് യു നോ യുവർ ക്യാരക്ടർ. നിൻ്റെ കൂട്ടുകാരാരൊക്കെയാണെന്ന് എന്നോട് പറയുക, ഞാൻ നിൻ്റെ സ്വഭാവത്തെ പറ്റി പറയാം എന്ന്. കാരണം അത്രയേറെ സ്വാധീനം കൂട്ടുകാർക്ക് ഇവൻ്റെ മേലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഈ കുട്ടിയുടെ ഒരു സഹചാരിയാവുക, ഈ കുട്ടിക്ക് മനസ്സ് തുറന്ന് പറയാൻ തക്ക സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാതാപിതാക്കൾ മാറുക പ്രധാനമാണ് എന്ന് പറയുക. അതിൻ്റെ മറ്റൊരു ഡൈമെൻഷനാണ് ഈ വാശി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ വഴിതെറ്റാൻ സാധ്യതയുള്ള സമയമാണ് അതെന്ന് പറയാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു സാധ്യത. ഒന്ന്, മാറാനും വ്യതിരിക്തമായിട്ട് ചിന്തിക്കാനും തീവ്രമായ ആഗ്രഹമുണ്ട്. ഉള്ളിൽ കുറേ പ്രതിഷേധങ്ങളുണ്ട്, വളരാൻ പറ്റാത്തതിൻ്റെ വ്യഥയുണ്ട്, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നലുണ്ട്. ഇതൊക്കെ കൂടി ഇവനെ അല്ലെങ്കിൽ ഇവളെ മറ്റൊരു കൂട്ടുകെട്ടിലേക്കോ മറ്റൊരു സ്വീകാര്യതയുടെ തലത്തിലേക്കോ നയിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളാവാനും ആൺകുട്ടികളാണെങ്കിൽ ആണാവാനും പെൺകുട്ടികളാണെങ്കിൽ പെണ്ണാവാനുമുള്ള ഒരു ത്വരയുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ നടത്തും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ആണാവേണ്ടത്
എന്നതിനെപ്പറ്റി നമുക്ക് ചില ചിന്തയില്ല. പണ്ട് ഒരു സിഗരറ്റ് വലിച്ചാൽ ഞാൻ ആണാവും എന്നൊരു ധാരണയുണ്ടായിരുന്നതുകൊണ്ട് ആ പ്രായത്തിൽ ഒരു സിഗരറ്റ് വലിക്കാനുള്ള ശ്രമമാവും. ഇന്ന് അത് മറ്റു തരത്തിലാണ് പ്രകാശിപ്പിക്കപ്പെടുക. അപ്പം അത്തരത്തിലുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വാശി എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശക്തമായിട്ടുള്ള താക്കീതുകളിലൂടെ അടിമപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, ബോധ്യങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ നയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയത്ത്, കൂട്ടായിരിക്കുന്ന സമയത്ത്, മനസ്സ് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളുടെ വരും വരായികളെ പറ്റി ഈ കുഞ്ഞുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അവൻ്റെ മനസ്സിൽ പേടിപ്പെടുത്താതെ, അല്ലെങ്കിൽ അവനിൽ ഒരു നമ്മൾ സാധാരണ പറയില്ലേ, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാതെ, എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് എനിക്ക് ഇത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ റിയ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയുള്ള വരും വരായികൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അതിനെപ്പറ്റിയുള്ള ഒരു വിചിന്തനം, ഒരു ചർച്ച നടത്തുക, ഒരു ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ കാർക്കശ്യത്തോടെ അടിമത്തത്തിലേക്ക് നയിക്കുക, റെസ്ട്രിക്ഷൻസ് വെക്കുക എന്നതിനേക്കാളേറെ അവരുമായിട്ട് ചർച്ച ചെയ്യുക പ്രധാനം. നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി ബാധ്യസ്ഥരാണ് നമ്മൾ. നീ ഒന്നും അറിയേണ്ട കാര്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് അവരിൽ കൂടുതൽ പ്രതിഷേധങ്ങളുണ്ടാക്കും. പിന്നെ ഈ കുഞ്ഞിൻ്റെ ഈ പെരുമാറ്റത്തിൻ്റെ ശരിയായ അർത്ഥം കണ്ടെത്തുക. ഇപ്പോൾ ഒരു കുഞ്ഞ് വളരെ വ്യത്യസ്തമായിട്ട് വേഷം ധരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഫാഷൻ്റെ പിന്നാലെ പോകുന്നു. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഐ വാണ്ട് ടു ബി സ്പെഷ്യൽ, അല്ലെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സ്പെഷ്യൽ ആവണം, ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് ആണ് ഇഷ്യൂ, അല്ലാതെ ഇവൻ ഈ പ്രത്യേക തരത്തിൽ വേഷം ധരിക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ എനിക്കിങ്ങനെ ശ്രദ്ധിക്കപ്പെടാനും സ്പെഷ്യൽ ആവാനും മറ്റു മാർഗങ്ങളുണ്ടെന്നും ശരിയായിട്ടുള്ള മറ്റു കുറേ രീതികളിലൂടെ എനിക്ക് സ്പെഷ്യൽ ആവാൻ പറ്റുമെന്നും ഈ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തേണ്ട കടമ കൂടിയുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ, കാരണം കുഞ്ഞിൻ്റെ പരമപ്രധാനമായ താല്പര്യം ഐ നീഡ് ടു ബി സ്പെഷ്യൽ, ഐ നീഡ് ടു ബി അറ്റൻഡഡ് ടു, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടണം എന്നൊക്കെയുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിച്ചാൽ മറ്റു കുറേ തെറ്റായിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് ഒരു വിടുതി ഈ കുഞ്ഞിന് കിട്ടും. അതേസമയം തന്നെ നമ്മളെപ്പോഴും വിചാരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ കുഞ്ഞിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഈ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തണം. വി നീഡ് ടു അക്നോളജ് ആൻഡ് അപ്രീഷിയേറ്റ്. അത് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. പലപ്പോഴും ഈ കുഞ്ഞിൻ്റെ ചില തെറ്റായിട്ടുള്ള രീതികളെ പറ്റിയുള്ള വ്യഥ കൊണ്ട് ഈ കുഞ്ഞിൻ്റെ നല്ല വശങ്ങളെ നമ്മൾ കാണില്ല, കണ്ടാലും കണ്ണടച്ച് കളയും. കാരണം ഞാൻ നല്ലത് പറഞ്ഞാൽ ഇവൻ ചീത്തയായി പോകും എന്ന് പേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ധാരണ പരമപ്രധാനമാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ നല്ല വശങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവനൊരു ധാരണ കൊടുക്കണം. അങ്ങനെ അവൻ നല്ലതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അകമഴിഞ്ഞ് അവനെ പ്രശംസിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായി ചെയ്തും ശ്രദ്ധിക്കപ്പെടാനും സ്നേഹം ലഭിക്കാനും ഇടയാവും എന്നൊരു തോന്നൽ ഉണ്ടായി വരും. അതേപോലെ കുഞ്ഞിനെ നമ്മൾ സന്നിവേശിപ്പിക്കേണ്ടുന്ന ഒരു സന്ദേശം, ധാരാളം സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്, പക്ഷേ അത് അതിരുകളില്ലാത്തതല്ല, അല്ലെങ്കിൽ വേണ്ടത്ര എന്താ പറയുക, പൂർണ്ണമായ സ്വാതന്ത്ര്യമല്ല. എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ നന്മയ്ക്കും യോജിച്ച തരത്തിലുള്ള സ്വാതന്ത്ര്യം, അതിരുകൾ ഉള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു ബോധ്യം കൂടി ഈ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കുക പ്രധാനമാണ്. അതുപോലെ ഉപദേശങ്ങളല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപദേശം ആർക്കും വേണ്ടാത്ത കാര്യമാണ്. അതേസമയം സജഷൻസ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വശങ്ങളുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുണ്ട്. അപ്പം വി നീഡ് ടു ഗിവ് സജഷൻസ് ആൻഡ് വി നീഡ് ടു ഡിസ്കസ് വിത്ത് ദ പേഴ്സൺ. തീരുമാനം എപ്പോഴും കുഞ്ഞിൻ്റേതായി മാറണം, എന്നാലേ ആ കുഞ്ഞിന് അതിനോടൊരു ഉത്തരവാദിത്വം തോന്നുള്ളൂ. പലപ്പോഴും അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞിന് വേണ്ടി തീരുമാനങ്ങളെടുക്കും. ചില സമയത്ത് നമ്മൾ കാർക്കശ്യത്തോടു കൂടെ നിർബന്ധം പറയേണ്ടി വരും. അത് പക്ഷെ വളരെ ചുരുക്കം കാര്യങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഉൾപ്പെടുന്ന അവൻ്റെ ജീവിതത്തിൽ നാശമുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇവന് സ്വാതന്ത്ര്യം കൊടുത്ത് ആ സ്വാതന്ത്ര്യം അവന് ഉപയോഗിക്കുന്നതിനെ മനസ്സിലാക്കി അവൻ്റെ കൂടെ ഇരുന്ന് അതിനെ വിലയിരുത്തി അതിൻ്റെ നൽപ്പും തിൽപ്പും തിരിച്ചറിഞ്ഞ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം,
എന്ന മട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവന് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ഇത് എൻ്റെ തീരുമാനമാണ്, നന്നാവേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അവനിൽ ഉണ്ടാക്കുന്ന ഒരു എനർജി അസാമാന്യമായിട്ടുള്ള കരുത്ത് പകരും അവന് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും നന്മയിലൂടെ സഞ്ചരിക്കാനും. അതുപോലെ നമ്മൾ അവരെ ബഹുമാനിക്കണം. അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ ചിന്തകളെ നമുക്ക് വിയോജിക്കാം, പക്ഷേ അവൻ്റെ ചിന്തകളെ, അവൻ്റെ ധാരണകളെ, അവൻ്റെ വികാരത്തെ നമ്മൾ മാനിക്കണം. വിയോജിക്കാം, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാം. പക്ഷെ അപ്പോഴും അവന് തോന്നണം എൻ്റെ അപ്പച്ചന്, എൻ്റെ അമ്മച്ചിക്ക്, എൻ്റെ അധ്യാപകന് എൻ്റെ ചിന്തകളെ ബഹുമാനമാണ്, എന്നെ ബഹുമാനമാണ് എന്ന്. പിന്നെ കൂടെ നിൽക്കുക. നമ്മൾ പലപ്പോഴും ഒരാൾക്ക് തെറ്റുപറ്റിയാലും മാറി നിന്ന് വിമർശിക്കുന്ന ആൾക്കാരാണ്. അപ്പച്ചനും അമ്മച്ചിയും നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞത് കൊണ്ടാണ്. അല്ല, ഓക്കെ, സംഭവിച്ചു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എനിക്ക് വിയോജിപ്പുണ്ട്, നിൻ്റെ ഈ പെരുമാറ്റത്തിൽ, നിൻ്റെ രീതിയിൽ വിയോജിപ്പുണ്ട്. പക്ഷേ ഐ ആം വിത്ത് യു. അത് ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതി നേടാനും നിന്നെ രക്ഷപ്പെടുത്താനും ഞാൻ കൂടെയുണ്ട്. അങ്ങനെ ഒരു ഉറച്ച ബോധ്യം, ഐ ആം വിത്ത് യു എന്ന് തീവ്രമായ സ്നേഹത്തോടെ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, തീവ്രമായ സ്നേഹത്തോടെ ഞാൻ മോൻ്റെ കൂടെയുണ്ട്, മോളുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് സംവേദിക്കാൻ സാധിച്ചാൽ കുറേയേറെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവർക്ക് മനസ്സിലാവണം എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടത് എൻ്റെ നന്മയാണ്, നന്മ മാത്രമാണ് എന്ന്. അങ്ങനെ ഞാൻ നന്മയിലേക്ക് വളരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും എനിക്ക് ലഭിക്കും എന്നൊരു തോന്നൽ കൂടി ഉണ്ടാക്കാൻ സാധിച്ചാൽ കുഞ്ഞുങ്ങളുടെ വാശിയെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് ഫാദർ ഇന്ന് നമുക്ക് ഈ ചർച്ചയിലൂടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ആ പിടിവാശി കാണിക്കുന്നത്? ആ പിടിവാശി അതിനെന്താണെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ രമ്യതയോടെ വഴക്ക് പറഞ്ഞും റെസ്ട്രിക്ഷൻസ് കൊടുത്തും നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് കർക്കശമായി പറയുകയല്ലാതെ അവരുടെ ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ആ ഒരു ബോധ്യം, ഫാദർ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളായിരിക്കണം എപ്പോഴും കുഞ്ഞുങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. എന്തും ഓപ്പണായി പറയാനും അതുപോലെ തന്നെ അത്ര ഓപ്പണായി ഷെയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള, അവരെ വഴക്ക് പറയാതെ നീ അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുതെന്ന് പറയാതെ അതിനനുസരിച്ചുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും അത് നൽകിക്കൊണ്ട് മക്കളുടെ കൂടെ തന്നെ പേരൻസ് നിന്നുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മക്കളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അവരുടെ ചീത്ത വശങ്ങളെ മാത്രം കണ്ട് എപ്പോഴും കുറ്റം പറയാതെ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിലൂടെ ഒരുപാട് മക്കൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാ മാതാപിതാക്കൾക്കും ഒരുപാട് ഉപയോഗപ്രദമായി എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.